ഫോട്ടോ ഓരോ ദിവസം ഓരോ പോസ്റ്റ് ആക്കുന്നത് പിള്ളേർക്ക് ഇവിടെ അടിച്ചു പൊളിക്കാന്നായിരിക്കും. നമുക്കിനി നടക്കാനുള്ളത് ആ മലകൾ അത്രയും നടന്നു കയറാനുള്ളതാണ്. നല്ല തെളിഞ്ഞ അന്തരീക്ഷം. റൈഫാനാണെങ്കിൽ ഫ്രണ്ടിൽ ഫോണും പിടിച്ച് നടപ്പുണ്ട്. ഞാനും പുറകിൽ, ജിത്തുദേ എൻ്റെ പുറകിലുണ്ട്. അതിന് മുന്നേ കുറേ മതാമ്മമാരില്ല ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. അവർ നമ്മളെക്കാളും വെട്ടിച്ച് കയറിപ്പോയി. അങ്ങനെ കയറാൻ പറ്റില്ല, പക്ഷെ നമ്മൾ കയറി തന്നെ ഉള്ളു. അമ്മച്ചോരെന്നെ അതെ അതെ അതെ, അമ്മച്ചേരി വിഷയ ടീംസാണ്. ജിത്തു, അമ്മച്ചേരെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക്? അമ്മച്ചോരെ പറ. ആ, അമ്മച്ചിമാരെ ഞങ്ങൾ ഇട്ടിരുന്ന് വെട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വെട്ടിച്ച് ഞങ്ങളിന്ന് ഫസ്റ്റ് മേളിൽ കയറും ഉറപ്പായിട്ടും. ജിത്തു മാത്രമാണ് പമ്പി നിൽക്കുന്നത്. ജിത്തു വരുന്നു. ആ, മുള്ളാൻ പോയത് അവൻ്റെ മുള്ളിച്ച നോക്കണം. ആ, ജിത്തുവിനാണ് വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞാൽ അപ്പം മൂത്രമൊഴിപ്പിരിയ കാര്യങ്ങളായ മലയാളം കഴിയുമ്പോഴത്തേക്കും തൂറി വാരി മെഴുകി കയറുന്ന നിൽക്കും. അതിൻ്റെ അട്ടയ്ക്ക് നീ ഇങ്ങോട്ട് നോക്കുന്നേ. കയറിപ്പോ, കുത്തനുള്ള കയറ്റം കയറുന്ന കാണുന്നതിൻ്റെ അത്. അത് നമ്മൾ എന്തിനും കഷ്ടപ്പെട്ടാൽ കയറുന്നേ. ഞാൻ കയറുന്ന എന്തായാലും എനിക്കെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നീ കയറുന്ന എനിക്കെടുത്ത് പ്രേക്ഷകരെ കാണിക്കണം എനിക്ക്. ജിത്തു പെട്ടെന്ന് കയറി വേണം. ഭൂമിദേവിനെയാ ഷേപ്പെല്ലാം മാറി തുടങ്ങിയിരിക്കുകയാണ്. ഇടുങ്ങിയ വഴി കൂടെയാണ് ഇപ്പോൾ ജിത്തു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ജിത്തു ഞങ്ങളെല്ലാവരും ചെറുതായിട്ട് ക്ഷീണമൊക്കെ വന്ന് തുടങ്ങി. ഒന്നും കുഴപ്പമില്ല. വെള്ളവും ചെറിയ സ്നാക്സ് കടയിലുണ്ട്. ഇടുക്കിക്കാർക്ക് കയറാൻ പറ്റാത്ത മലയാണെന്ന് നമുക്കൊന്നും അറിയണം. ഹലോ എവരിബഡി, അത് നല്ല വീഡിയോല്ലോ. പതുക്കര 9 മണിയായിട്ട് പോലെ 7 മണി വരെ കിടക്കാനുള്ളതായി. അതുപോലെ സ്ലോത്ത് ബിയർ എന്ന് പറയുന്ന ബിയറുകളെ സംരക്ഷിക്കുന്ന ഒരു പാർക്കായിരുന്നു. ഒന്നും പറ്റില്ല, ചാവണോ പറ്റുമോ? ഐഡിയയിലൂടെ അതിനെ പറ്റി ഇതാണ് ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി. പവറായിട്ട് ആ സത്യം തിരിച്ച് നമ്മളിതുപോലെ തന്നെ കയറി വരേണ്ടി വരും പവറായിട്ട്. പോയിട്ട് തിരിച്ചു വരുന്നു. എടാ, കണ്ണുനീര് പോലത്തെ വെള്ളം നോക്കണം. ആ, ഇത്രയും തെളിച്ച വെള്ളം നീ വെള്ളം എവിടെയും കണ്ടിട്ടുണ്ടോ? ഉസ്തല്ലേ നിക്ക് നീ ഞങ്ങളായിട്ട് ജീവിക്കാന്ന് വെച്ചാ. വണ്ടി കയറും പെട്ടെന്ന് ബാക്കി ആളെ നീ ഞങ്ങളായിട്ട് ജീവിക്കാന്ന് വെച്ചാ. വണ്ടി കയറും പെട്ടെന്ന് ബാക്കി ആളെ ദേ 2 പൊട്ടന്മാരായിരുന്നു. വെള്ളമൊക്കെ സൂപ്പറുള്ളതായിരിക്കും.
കുളിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു അല്ലേ? ആൾക്കാരെല്ലാം ഈ സീനൊക്കെ ആയിരിക്കും. ഇതൊക്കെ ഓരോ ബെറികളാണ്, ബെറികൾ. ഇതാണ് നല്ല ബെറി. നീ ഒന്ന് ഒരിടത്ത് നിർത്തിക്കട, ഞാൻ ഒന്ന് സൂമി എടുക്കട്ടെ. ഇതിന്റെ മുകളിലോട്ട് വഴിയുണ്ടോ? നീ മാപ്പിൽ മുകളിലേക്ക് വഴിയില്ല. ഇത് നോക്കി, നീ നമ്മൾ പറഞ്ഞാൽ മതി, കയറണം എന്ന് പറഞ്ഞാൽ മതി. ആ കാണുന്നത് എനിക്ക് കയറാൻ വഴിയൊന്നുമില്ല. സൈഡിൽ തന്നെ താഴെ കൂടെ വഴിയുള്ളൂ. പക്ഷേ സാധനം ഇതിൻ്റെ ശരിയാണ്. കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരൊന്നും എടുത്താൽ നല്ല കണ്ണീര് പോലത്തെ വെള്ളം. ഇവിടെ നമുക്ക് ഇച്ചിരി കുപ്പിക്കകത്ത് പിടിച്ചൊന്ന് കുടിച്ചു നോക്കിയാലോ? വേറെ കുപ്പിയൊന്നുമില്ല, കുടിക്കാൻ പറ്റില്ലേ? അതിനടാ നീ അങ്ങനത്തെ നീ പോ, സമയം കളയല്ലേ. വീഡിയോ റെക്കോർഡായിക്കൊണ്ടിരിക്കുമോ? ഞാൻ ഈ സാധനം ഇട്ടു. Tablet que só dava aí do torro, തോന്നില്ലേ? ചുത്തു വേം പാടാ. ജിത്തൊക്കെ അവിടെ നടന്ന് വരുന്നതേ ഉള്ളൂ. ജിത്തും റൈഫാനും. മുമ്പോ ആ വഴിയാണ് നമ്മൾ നടന്നു വന്നത്. അവിടെ നിന്നാണ് നമ്മൾ നടന്ന് ഇവിടം വരെ വന്നത്. അതിൻ്റെ താഴ്ന്ന അവിടം വരെ വന്നപ്പോഴത്തേക്കും നിങ്ങൾക്കായിട്ടൊരു ഭീകര ലൊക്കേഷൻ കാണിച്ചു തരാം. സൂപ്പർ. മണികൾസോ? തിരിഞ്ഞോക്കി അടി ഉറപ്പാ. മണി മലയാളം കുഴപ്പമൊന്നുമില്ല. കാശിന്റെ പെണ്ണാളോ അവർക്ക് മനസ്സിലാവില്ല. നമ്മുടെ പണി ഇല്ലല്ലോ. നമ്മുടെ പണി ജിത്തിന് പറയാനുള്ളത് ജിത്തുണ്ടോ മൊഴി രണ്ടോ തുപ്പ്. ജിത്തുനൊന്നും പറയാനില്ലെന്നാണ് ജിത്തു അവകാശപ്പെടുന്നത്. ജിത്തിന് നാണോ? 20 കിലോമീറ്റർ. അയ്യോ 20 കിലോമീറ്റർ നടന്നു. ഞങ്ങൾ രാവിലെ 9 മണി 9:30 ആയപ്പോൾ നടക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ സമയത്തേ 1:17 അതാണ്ട് ഏകദേശം കഴിഞ്ഞാൽ 1:09 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:01 ഇതുവരെ. ഒയ്യോ മല എന്തായിരുന്നു ഏകദേശം കഴിയാറാന്ന് വിചാരിച്ച് വന്നു. പക്ഷെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പണി മാറി. ഇനിയുണ്ട്. ഇനി എന്തോരം നടക്കണം എന്നുള്ള രൂപമില്ല. ഇനി മിനിമം ഒരു 20 കിലോമീറ്റർ നടക്കണമെന്നാണ് ജിത്തു ആവശ്യപ്പെടുന്നത്. ഞാൻ അത്രയൊന്നുമില്ല, എന്നാലും കുറച്ച് കാണുമായിരിക്കും. നല്ല തിരക്കാണ് ഒന്നാമത്തെ കേസ്. പക്ഷേ നമ്മളൊരു അവധി ദിവസം അല്ലാഞ്ഞിട്ട് ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഓൾറെഡി എന്തൊരു ആൾക്കാർ വരാൻ വരുന്ന അറിയാം.
കല്ലിട്ടാൽ ഈ കല്ല് വീഴുന്ന പൊട്ടിച്ചിറക്കി താഴെട്ടേക്കുന്നതായിരിക്കും. നീ കിടക്കുന്ന കല്ലുണ്ട്. ഏത് കല്ലൊക്കെ തലയിടിച്ച് കല്ല് അവസാനം ഞങ്ങൾ ഇതിൻ്റെ മണ്ട കയറി എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ കൂട്ടുകാരെ, ഇതിവിടുത്തെ പഴയ സെറ്റപ്പാണ്. ഇവിടുത്തെ ഇതുണ്ട്. പണ്ടത്തെ ലിഫ്റ്റ് ഇങ്ങനത്തെ എന്ത് സംഭവം അതുപോലത്തെ ഇതല്ലായിരുന്നു. പണ്ട് ഇങ്ങനെയായിരുന്നു ഇവിടെ കാണിക്കുന്നത്. ഇത് പണ്ടോട്ടുള്ള പരിപാടിയാണ് ഇവിടെ. ഇത് ഭയങ്കരമാണുണ്ട്. ഭയങ്കര മോട്ടറിന് സംഭവം കണ്ട. നമ്മളത്തെ പണ്ടത്തെ കേബിൾ നോക്കി കേബിൾ നോക്കി ആണോ നിൽക്കാൻ പാടില്ലേ? അതിന് 26 യൂറോ താഴെ ഇറങ്ങാനായിട്ട്. 26 യൂറോ ഇത്തിരി കൂടുതലടാ. 206 യൂറോ എന്ന് പറഞ്ഞാൽ എത്ര? 4 യൂറോ 1 ലിറ്റർ വെള്ളത്തിനാ? എന്റെ ദൈവം. കയറ്റിക്കൊണ്ടു ഇപ്പൊ എന്നാ നാളത്തെ കൊണ്ടുവന്നാ പോരെ? ഇവര് നടത്തുന്നല്ലോ കൊണ്ടിരുന്നേ. ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് പറഞ്ഞു. ടൂറിസ്റ്റ് എന്ന് പറഞ്ഞ മനുഷ്യന്മാരല്ലെന്നാണോ ഈ സംഭവമാണ് ഏറ്റവും കൊണ്ട്? എൻ്റെ വീഡിയോയിന് ക്ഷമിച്ചൂടെ? ഇത് ഒരെണ്ണമുള്ള പോയോളൂ, പതിവൊന്നും പോലല്ല. അങ്ങനെ ആൾക്കാർ കുഴപ്പമില്ല. ഇതിൻ്റെ മണ്ടയിൽ അങ്ങ് അറ്റത്ത് ഇവിടം വരെ പോകും സംഭവം. സുമിയ, നീ എന്നെ വിചാരിച്ചതുണ്ടോ? സംഭവം ഒരു പൊട്ടുപോലെ കാണുന്നുണ്ടോ? അത് ഞാൻ ആദ്യം തൊട്ട് പറയുന്നുണ്ട്. കേബിൾ കാറാ അത്. എന്നതാടാ എടി, ഇത് കയറി പോണേട്ടുള്ളൂ. ഇതിന് നിസ്സാര സുഖമായിട്ട് പോരെ ഇത് കയറി പോണെങ്കിൽ. പതിയെ പതിയൊന്നുമല്ല, അത്യാവശ്യം സ്പീഡിൽ കയറുന്നത്. എത്ര നല്ലത്. നമ്മളൊരു 10 മിനിറ്റ് കയറി ചെന്നില്ലടാ അത്ര ദൂരം. നീ ആലോചിക്കേ. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറയും ഈ മണ്ടിയും ഇതിനൊന്നും ഒലിച്ചു വരുന്നേ. ഇതിനൊന്നും ഒലിച്ചു വരുന്നേ വെള്ളമാണ്. ഓ, നല്ല കണ്ണുനീര് പോലത്തെ വെള്ളമല്ലേ. കുപ്പിയിലാക്കണ്ട, കുടിക്കാൻ കൊള്ളില്ല. അമ്മ കൈയും കാലൊക്കെ ഇട്ട് കഴിയുമല്ലോ. പിന്നെ ഒഴുക്കില്ലല്ലോ അവിടെ, ചുമ്മാ കിടക്കുന്ന സാധനമല്ലേ. അവിടെ നിന്ന് അങ്ങനെ വല്ല എടുക്കുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല.
കണ്ടിട്ട് നല്ല ഓ വേണ്ട, നമ്മുടെ കുപ്പി അത്യാവശ്യം വെള്ളം ഉണ്ടല്ലോ മതി. അത് 15 മിനിറ്റ് കൊണ്ട് പോയിട്ട് താഴെ ഇറങ്ങി വന്നു പോയിട്ട്. ഓ ഇതാണ് മറ്റേ, ഓ ഓ മൈ ഗാഡ്, ഇത്രയും വലിയ സാധനം. അതിൻ്റെ അത് കയറാട്ടോ, ഒത്തിരി ആൾക്കാർ കയറാൻ എൻ്റെ അത്. യാ അയ്യോ സോറി. ചങ്ക് പറിച്ചതേ ചേച്ചി കണ്ണീര് വന്നു പുള്ളിക്കാരെ കണ്ണീന്ന് കാണാൻ വേണ്ടി നിൽക്കുന്നത്. ഇറങ്ങുകയാണ്. ഇർഫാനെ പൊളിക്കല്ലേ ഇത്തു ഈ വഴി താഴത്തോട്ട് തന്നെയാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ? കറങ്ങി കറങ്ങി മേളിലേക്ക് മാപ്പിട്. ആ ഇത് കറക്റ്റാന്ന് തോന്നുന്നു. ആ വഴിയുണ്ട്, ആ പോകുന്നത് ഇത് ഭയങ്കര റിസ്കി വഴിയാണല്ലോ. നീ എന്നാ വിചാരിച്ചു ഇത്ര നേരം കയറുന്നതിങ്ങനെ? ഇത്ര റിസ്ക് ഉണ്ടായിരുന്നോ? ജിത്തുവിനെ കാണണ്ടെന്നാണ് ജിത്തു പറയണേ. ഇത്രയും വലിയ വഴി കൂടെ ഒക്കെ നടക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റീപ്പ് ആയിട്ട് കിടക്കുന്നത്. ഭയങ്കര സീനാണ്. ഇപ്പോൾ ചവിട്ടി കഴിഞ്ഞാൽ താഴത്തോട്ട് പോകും. ഈ വഴിയെ പറ്റിയാണോ നിൻ്റെ അഭിപ്രായം? ഇതെന്താ നീ എന്തെങ്കിലും ഒന്ന് പറ. സൂയിസൈഡ് അറ്റൻഡ് ആയോ? അത്രയ്ക്കൊന്നുമില്ല, എന്നാലും നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും. പക്ഷേ ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു തെന്നിച്ച് ആണോ? ജിത്ത് പറയുന്നത് വെച്ചാൽ ഞാൻ ജിത്ത് എന്ത് പറയുന്നത് അത്രയ്ക്കൊന്നുമില്ല എന്നൊക്കെ പറയുന്നത്. അത് നോക്കട്ടെ, കഴിഞ്ഞ് നോക്കാം. പക്ഷേ ഇതാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കാണ്. പ്രായമുള്ള ആൾക്കാർക്കും ഒന്നും പറ്റത്തൊന്നുമില്ല ഇത് ഇറങ്ങി വരാനായിട്ടൊന്നും. ഇച്ചിരി ടാസ്ക് കേസാണ്. നല്ല കുഴപ്പമൊന്നുമില്ല അല്ലേ? പിള്ളേരെ കൊണ്ട് അയ്യോ ഇതേക്ക് പിള്ളേർ വരുന്നേക്ക്. അയ്യോ അതെ ഇവിടുത്തെ പിള്ളേർ കയറി വരത്തെ ബുദ്ധിമുട്ട് തോന്നല്ലേ? ഞങ്ങളത് കറക്റ്റായിട്ട് വിശദീകരിച്ച് പറഞ്ഞല്ലോ. പക്ഷെ ഇറങ്ങാനായിട്ട് ടാസ്ക്കാണ്. കേബിൾ കാറിനൊക്കെ എന്നെ ടാസ്ക് അടച്ചപ്പോൾ കയറി നിർത്താൻ പോരെ. താഴെ എത്തിയാൽ മതി എന്നാ. അതിപ്പോൾ എത്തുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്ത് ഉരുളങ്കല്ലുകളാണ് ഇവിടെ കിടക്കുന്നത്. ആ അതിലേ പോടാം, അതാ നല്ല വഴി. അയ്യോ അത് നല്ല വഴിയാണോ? കുറച്ച് റിസ്ക് എലമെൻറ്റ്സ് ഉണ്ടല്ലോ. ഇതവരെങ്ങനെയാണ് ഇറങ്ങിപ്പോയത്? അവരെങ്ങനെയാണ് അത്ര പെട്ടെന്ന് ഇറങ്ങിപ്പോയത്? വരുന്നാ ഏതുവടി? ആ കുറേ വടിയില്ലല്ലോ. എന്നിട്ട് വടിയിലാണല്ലോ കയറി പോകുന്നത്. ആ ശരിയുള്ളൂ. എന്നാടാ സിഗ്നൽ വടിയുടെ ആവശ്യമില്ല നമുക്ക്. എടാ രണ്ട് കത്തുമ്പോൾ നമുക്ക് രണ്ട് കാലം നിൽക്കുന്നത് എന്തിനാ? കാലുകളുടെ ബാലൻസ് സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി കൊണ്ടുപോയി. നമ്മൾ പ്രോ സിഗ്മയാ. അത് വെട്ടിക്കണമെന്ന് വെച്ച് പാടായിരിക്കും. നീ അത്ര ഒരു കളിയൊന്നും പിടിക്കണ്ട. നീ ഇവിടെ നല്ല കുഞ്ഞിക്കളിയൊക്കെ പിടിക്കും. താഴെ നമുക്ക് മര്യാദയ്ക്ക് എന്നാൽ മതിയല്ലോ. കയറ്റമായിരുന്നു ഒരു പിടുത്തം പിടിക്കുന്നത്. പക്ഷേ ഇറക്കത്ത് നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പണി പൊളി. ചിലപ്പോൾ അവരെ നേരത്തെ കുറേ കയറിയിട്ടുള്ളതുകൊണ്ടാണ് തോന്നുന്നു. നല്ല സ്പീഡാണ്. ബസ് കൊണ്ടാ വില കൂടുതലായിരിക്കും. ഇനി ഒത്തിരി ശേഷം നിർത്തുന്നൊന്നുമില്ല. നീയല്ലേ പോകുന്ന ആര്യാ? അപ്പോൾ നീ എന്നിട്ടാണ് അവർ വെട്ടിക്കണം എന്ന് പറഞ്ഞത്. അവരെവിടെ എത്തി നോക്കി. അതാ ഞാൻ പറഞ്ഞ അവർ ബസ് സർക്കാരില്ല. എനിക്കൊന്നുണ്ടല്ലോ. 25 കിലോമീറ്റർ. ആ ഇതിൻ്റെ അവിടെ ടെക്സിമീറ്റർ ഉണ്ടാവും. പിന്നെ രാവിലെ എത്ര മണിയാണ്? 9 മണി വിട്ടാൽ ഇപ്പോൾ സമയത്രേ 4:15. 9 മണി എന്ന് പറയുമ്പോഴത്തേക്കും 9, 1, 10, 10, 2, 12, 3 മണിക്കൂറായി. 12, 4 മണി, 3, 4, 7 മണിക്കൂറായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതിനകത്തൊരു 1 മണിക്ക് 1.5 മണിക്കൂർ ഇന്ന് വേണ്ട. 2 മണിക്കൂർ കിട്ടി. 2 മണിക്കൂർ റെസ്റ്റ് വെള്ളം കൂടി ഇട്ട് 2 മണിക്കൂർ പോയിട്ടില്ലല്ലേ? 1 മണിക്കൂർ കിടന്നത്. ബാക്കി ഫുൾ ടൈം നമ്മൾ നടപ്പല്ലോ. അപ്പോൾ എനിക്ക് 7 മണിക്കൂർ 6 മണിക്കൂർ ഫുൾ നടപ്പ്. 6 മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ ഒന്നാമത് ഇതെന്ന് പറഞ്ഞാൽ
നടക്കാൻ പോലും പറ്റത്തില്ലാത്ത സ്ഥലം, അതുപോലത്തെ പ്ലേസാണ്. ജിത്തുവിന് എങ്ങനെ ഉണ്ടാ? ജിത്തു വരുന്നില്ലേ? ജിത്തുവിൻ്റെ മൈനക്കുലർ ദേ എന്ത് ജിത്തു പറഞ്ഞത് മൈനക്കുലറാന്ന് പറഞ്ഞത് നോക്കാനായിട്ട്. കൊക്കാണ് ഇനി ഇറങ്ങി കഴിഞ്ഞില്ല ഇതിലേട്ടും. കുത്തനെയാണോ? കുത്തനെയാണോ നിൽക്കാൻ പേടിക്കാനില്ലേ? അപ്പോ നല്ല തെറ്റാ. പൈസ ആൾക്കാരാണെങ്കിൽ പാവങ്ങൾ നടന്നു പോകും. ഇനി വഴി നന്നായിട്ട് ഉണ്ടല്ലോ. ആൾക്കാരാണെങ്കിൽ ഇതേ കയറാൻ നടന്നു പോകുന്നില്ല. അതുകൊണ്ട് ഇവർ മനഃപൂർവ്വം വഴി ഉണ്ടാക്കാതെ വരുന്നത് അല്ലേ? കാല ചെരുപ്പില്ല, നിനക്ക് ചെരുപ്പേ ഉള്ളൂ, നിനക്കറിയാലോ. ചെരുപ്പ് തന്നെ ഇത്. ഈ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ എന്തുമാതിരി ഇറക്കുവാണ്. ഇതിൽ പോടാ, ഇത് നല്ല കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. ഇതികൂടെ മതി. ഇതെന്നെ താർത്ത് ഇറക്കോടാ ഇത് മീര് കയറി പോകുന്നത്. JCB ഒക്കെ അതിൽ കയറി വട്ടം കയറി പോകുന്ന വഴിയത്. JCB മറ്റേ വലിയ വണ്ടി മാത്രമേ പോകത്തുള്ളൂ. JCB മറ്റേ ഈ ട്രാക്ടർ പോലത്തെ വണ്ടികളില്ലേ, മറ്റേ ഈ ഹിറ്റാച്ചി പോലത്തെ സാധനങ്ങളൊക്കെ ഇല്ല, ആ സാധനങ്ങളൊക്കെ കയറി പോകുന്നുണ്ടല്ലോ. മറ്റേ മേളിൽ പറഞ്ഞ കിടപ്പുണ്ടല്ലോ വണ്ടി ചെറുത് പറഞ്ഞോ. വെരി ഡീപ്പ്. ഒന്ന് കാല് തെറ്റിക്കഴിഞ്ഞാൽ വേണ്ട, നീ മരിക്കരി, അങ്ങനൊന്നും പറയല്ലേ. ഒരു സീനില്ല, നമ്മൾ നൈസുള്ള അറിയത്തും പതുക്കെ പറഞ്ഞാൽ മതി. സീനൊന്നും പിടിക്കുന്നത് ധൃതിയൊന്നുമില്ല നമുക്ക്. അതെ അതെ, ഒരു പ്രകസരം എന്താന്ന് പറ. പാറ്റയ്ക്ക് ടോണിക്കാം സത്യം കേട്ടോ. ഇന്ന് പാറ്റ കാരണം റൂമിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാറ്റനെല്ലാം അടിച്ച് പുറത്ത് പോസ്റ്റ് അടിക്കുന്നു. പാറ്റ ഇനി വെകിൽ പിടിച്ചിടക്കായിരിക്കുന്നത്. വീട്ടോടെ കയറി കടിച്ചു. അതെ, പാറ്റനെ എല്ലാത്തിനും ഇന്ന് പുറത്ത് പോസ്റ്റ് അടിക്കുന്നു. അവർ പോയില്ല, നമുക്ക് പോകാം. അവർ പറയാനുള്ള പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഇഷ്ടം. എതിരെ പോകും. ഞാൻ അടുത്തത് ഇന്ത്യയിലാണ് നമുക്ക് ഇറങ്ങി പോകാനുള്ളത്. ഇറങ്ങി നമ്മളങ്ങ് താഴെ ഇവിടം വരെ പോകണം. ഇവിടെ വരെ പോയാൽ മാത്രം പോരാ, ഇവിടുന്ന് ഇനി താഴെ ഈ കേബിളിൻ്റെ കാറിൻ്റെ പരിപാടി എന്തിടാന്ന് കാണത്തില്ലേ ആ ഗ്രാമം. ഒമ്പോ ഇത് ഇവിടെയായിട്ട് വീണ്ടും കേബിളിൻ്റെ കാറുണ്ട്. ഈ പോകുന്ന കേബിളിൻ്റെ കാറ് ഇവിടം വരെ നടന്നേ ചെല്ലണം. ചില ടാസ്ക് കൊണ്ട് നടക്കാനായിട്ട് കാടിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കാഠിന്യമായിട്ടുള്ള വഴി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പിന്നെ ടാസ്ക് ഉണ്ട്. ഇവിടെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ റിസ്ക് സ്ഥാപനമാക്കി നമുക്കറിയത്തില്ലേ. ഇതിറങ്ങി ഷോർട്ട് വഴി കയറിയിട്ടുണ്ട്. ഇതാടാ വഴി, വാടാ ഇതാടാ. ഇത് ആൾക്കാരെ പോന്നു. വേണ്ട വേണ്ട, കിടന്നു. കുഴപ്പമില്ല, പറയത്തു. ആ നിരപ്പൊന്ന് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ അതിൻ്റെ വേണ്ട നീ വലിയ വിളിക്ക് നിൽക്കണേ, അതൊക്കെ പോയാൽ ജിത്ത് അത്രയും ദൂരത്ത് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ താഴത്തോട്ട് നടന്നു പോകാനുണ്ട് ഒത്തിരി. എവിടെ നിന്ന് ഇറങ്ങി വന്നേ? അയ്യോ അതെ, ആ ബിൽഡിങ്ങിൽ നിന്നാണ് ഇപ്പം ഇറങ്ങി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബിൽഡിങ് മുമ്പ് ഒരു 1.5 മണിക്കൂറായപ്പോൾ താഴത്തോട്ട് തന്നെ നടക്കാൻ ഇറങ്ങിയിട്ട് ഇതുവരെയായിട്ടും താഴെ എത്തിയിട്ടില്ല. ഇനിയും നടക്കാൻ കിടക്കുവാണ്. ഇനിയൊരു ഇഷ്ടം പോലെ. ഇവിടെ നിന്ന് ഇനി അപ്പുറത്തോട്ട് ഇനിയും പിന്നെ ഇറങ്ങാറുണ്ട്.
അങ്ങ് മേളീന്നാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. നോക്കിയേ 2 മണിക്കൂറും കണ്ട ഇവിടെ നിന്ന്. ഇവിടുന്ന് തുടങ്ങിയാണ്. ഇവിടുന്ന് തുടങ്ങിയത് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടം വരെ എത്തി. ഇവിടം വരെ ഇനിയുണ്ട് താഴത്തോട്ട്. ഇവിടെ ഇനിയിപ്പോൾ ശരിക്കും റോഡുണ്ടെന്ന് തോന്നുന്നു നടക്കാനായിട്ട്. റോഡുണ്ടെങ്കിൽ അത് സുഖമാണ്. റോഡിലേക്ക് വീണ്ടും പെട്ടു. വീണ്ടും ഇതുപോലെ തന്നെ വഴിയായിരിക്കും. ഒരു ഊഹമില്ല എങ്ങനെയാണ്. എന്താ നോക്കാം. എന്താ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഇരുന്നാൽ മതി. താഴെ വരെ കൊണ്ടുവിട്ടോളും. താഴെ എന്നിട്ട് തന്നെ അവർ വേറെ വണ്ടിക്ക് കയറ്റിക്കൊണ്ട് വരുന്ന സാധനം തോന്നുന്നത്. അങ്ങനെ എന്താ പരിപാടിയാണ്. ഉണ്ട് വേറെ കേബിൾ കാറുകളുണ്ട്. ഇനി ഇവിടുന്ന് നടന്ന് താഴെ അങ്ങ് താഴെ വരെ പോകണം. ഇത് ഞങ്ങളത് ഈ മലയിൽ നിന്ന് ഇറങ്ങി താഴെ ആ മലയിൽ നിന്ന് ഇപ്പം ഇറങ്ങി ഇവിടുന്ന് നടന്ന് ഇവിടം വരെ ഒന്ന് ഇവിടുന്ന് വന്നിറങ്ങി ഇനിയിപ്പോൾ നടന്ന് ഈ വഴി കൂടെ പോയിട്ട് ഈ വഴി പോയിട്ട് അവിടെ പോകണം. ഇതാണ് ആ സാധനത്തിൻ്റെ പഴയ രൂപം. കേബിൾ കാറിൻ്റെ പഴയ കേബിൾ കാറിൻ്റെ. ഇപ്പോൾ ഉള്ളത് ഈ പുതിയത്. പുതിയപ്പോൾ ഫാസ്റ്റ് ആയിട്ടെല്ലാം പടപടേ എന്നുള്ള പരിപാടി നടക്കുന്നുണ്ട്. ആൾക്കാർ കുറവാണ്. സീസൺ അല്ലെന്ന് തോന്നുന്നു. കൊണ്ടാന്ന് തോന്നുന്നു. അടുത്ത നമുക്കിവിടെ വീട് ഇങ്ങനെ ആത്മാർത്ഥത എൻ്റെ ഫസ്റ്റ് ബ്ലോക്കാ. രഫാൻ ഓടണോ? ഓ ജമ്പോ ചെട്ടാണോ? ഇല്ലെന്നേ നമുക്കൊരു പോരാ. നമ്മുടെ പറയാൻ നമ്മുടെ പൈസ ഒന്നുമില്ല. ഫ്രീ ആയിട്ട് വിടാമെന്ന് ചോദിക്കായിരുന്നു അല്ലേ? ഒറ്റ മനുഷ്യൻ എന്താ ചുമ്മാ ഓടുന്നില്ല. ഞങ്ങൾ വിടാമെന്ന് ചോദിക്കായിരുന്നു. ജിത്ത് ഇറങ്ങി വരുന്നുണ്ട്. ഓ ഞങ്ങൾ വന്ന വഴി ഇവിടുന്ന് ഇറങ്ങി വരുന്ന വഴിയാണ്. ഇതുവരെയായിട്ടും താഴെ എത്തിയിട്ടില്ല. സമയം എടുക്കും. ഇഷ്ടം പോലെ സമയം എടുക്കും. ഇനി സക്കരത്തുകരായി കൂട്ടുകാരി നോക്കൂ, എന്തോരം ഇറങ്ങിയിട്ടും തീരുന്നില്ല. ഇത് ജിത്തൊക്കെയാണ് ഓടി ഇറങ്ങുന്നുണ്ട്. പക്ഷേ തീരുന്നില്ല. ഇറങ്ങാതെ ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു 2 മണിക്കൂറിൽ മേൽ 2 മണിക്കൂറല്ല അത് കൂടുതലായി. ഒരു നടപ്പ് തന്നെ നടപ്പ്. ഒന്നുമില്ല. വെള്ളം കുടിക്കാനായിട്ട് കുറച്ച് വെള്ളമുണ്ട് കയ്യിൽ. അങ്ങനെയൊക്കെ പോകുന്നു. താഴെ എന്തെങ്കിലും മേടിച്ച് കഴിക്കാനായിട്ട് വിശക്കുന്നു. റൈഫാനെ കാണാനില്ല. റൈഫാൻ എന്തി? എൻ്റെ ദൈവം അത്ര നടക്കണം റൈഫാൻ. കാണുന്നില്ല. എവിടെ? അതെ. കുളത്തെത്തിയാ? അയ്യോ അതെ വെട്ടിക്കിച്ചിട്ടൊരു കുളമുണ്ട് ഇവിടെ. കുളത്തിനെടുത്തില്ല. എടാ നീന്താവോ? ജിത്തുന്തി ജിത്തോണ് അവിടെ നിന്ന് അടുത്ത് കുത്തി വരുന്നുണ്ട്. കുഴപ്പമില്ല. ക്ഷീണമൊന്നുമില്ല എൻ്റെ. എടാ ജിത്ത് കുളം ദേ കുളമല്ല വെട്ടിക്കെട്ട് കുളം. നല്ല കണ്ണുനീര് പോലത്തെ കുളം. റൈഫാൻ്റെ പറന്ന് കൊടുത്തിട്ട് പോകണ്ടോ? ഇവനെൻ്റെ ഉദ്ദേശം നോക്കുന്നില്ല. വീഡിയോ കഥയൊന്നുമില്ല അതിനകത്ത്. ജലസംഭരണിയാണോ? ജിത്ത് വരുന്നൊരു സമയമുണ്ടല്ലോ ഇതിൻ്റെ. ജലസംഭരണി കുളമൊന്നുമില്ല തോന്നുന്നു. ഇതെന്നെ പിടിച്ച് കെട്ടിയിട്ടൊക്കെ തോന്നുന്നല്ലേ. ഓ ഇല്ല ആഴൊന്നുമില്ല. ചുമ്മാ ഒരു സംഭരണി. വെളി തരുന്ന വെള്ളം തോന്നുന്നല്ലേ. ശരി പോയ സമയമില്ല തോന്നട്ടോ. സുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങൾ റോട്ടിൽ കയറിയിരിക്കുകയാണ്. റോട്ടിൽ കൂടെ നടക്കുമ്പോൾ നല്ല ആശ്വാസം കിട്ടുന്നുണ്ട്. അത്ര നേരം നടന്ന് ഇപ്പോൾ റോട്ടിൽ കയറി നല്ലൊരു ആശ്വാസം. സുഖം. റൈഫാൻ എന്താ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് പോകുന്നത്. ഇവിടെ താഴെ ഇറങ്ങിയപ്പോൾ വന്ന ഒരു കാഴ്ചയാണ്. ഇത് ട്രെയിൻ പോലത്തെ സാധനം ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട്. ഇവിടെ ചില്ലറ സംവിധാനം അല്ല കേട്ടോ. ഇവിടെ പല ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ കൊണ്ടുപോകാനായിട്ട്. എനിക്ക് എന്നെ സെറ്റപ്പ് നോക്കിയല്ലേ. ഞങ്ങൾക്ക് ഈ വഴിയാണ് പോകേണ്ടത്. അങ്ങോട്ട് നടക്കാനൊരു സ്റ്റേഷനിലെത്താം. ഞങ്ങളപ്പോൾ നൈസായിട്ട് പോവാണ്. അതേ ഇരിക്കുന്നുണ്ട്. ബസ് ടെട്രയാണ് മൗണ്ടൻ. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിത് ടെട്ര മൗണ്ടനെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിത്തൊക്കെ ക്ഷീണിച്ച് അവശനായിട്ടിരിക്കുകയാണ്. റൈഫാൻ വലിയ കുഴപ്പമില്ല. ചെന്നിട്ട് ചോറൊക്കെ ഉണ്ടാക്കണം. അതൊക്കെയാണ് വലിയ ടാസ്ക് ഉള്ളത്. രാത്രി ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുക. സമയം ഏകദേശം ഇവിടെ സമയം 8:17 ഇരുട്ടുന്നേ ഉള്ളൂ. കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ ബൈ. അതുപോലെ നിർത്തുക.